നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തികയാണല്ലോ. എല്ലാവർക്കും തൃക്കാർത്തികയുടെ ആശംസകൾ നേരുകയാണ് ഞാൻ. തൃക്കാർത്തിക എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ആദിപരാശക്തിയായ ദേവിയുടെ ജന്മദിനമാണ്. ലക്ഷ്മീ പ്രദാന സമയേ നവവിദ്രുമാഭാം വിദ്യാപ്രദാന സമയേ ശരദിന്ദുശുഭ്രാം വിദ്വേഷിവർഗനിധനേപി തമാലനീലാം ദുർഗാം ത്രിലോകജനനീം ശരണം പ്രപദ്യേ. ദേവി ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന സമയത്ത് നവവിദ്രുമ ആഭയാണ്. നവ എന്ന് വെച്ചാൽ പുതിയ, വിദ്രുമം പവിഴം, ആഭ ശോഭ, പുതിയ പവിഴത്തിൻ്റെ ശോഭയാണ്. മഹാലക്ഷ്മിയായിട്ടാണ് കണക്കാക്കുന്നത്. പവിഴത്തിൻ്റെ നിറത്തിലുള്ള അതിമനോഹരിയായ മഹാലക്ഷ്മിയാണ് നമുക്ക് ഐശ്വര്യം ദാനം ചെയ്യണത്. ഇനി വിദ്യാപ്രദാന സമയേ ശരദിന്ദു ശുഭ്രാം, വിദ്യ തരണ സമയത്ത്, പ്രദാനം ചെയ്യുന്ന സമയത്ത് ആ ദേവി എങ്ങനെയായിരിക്കും? ശരദിന്ദു ശുഭ്രാം. ശരത്കാലത്തെ ഇന്ദു ചന്ദ്രനെ പോലെയാണ്. ശരദിന്ദു ശുഭ്രാം. ശുഭ്രം ച വെളുത്ത, അത്രയും വെളുത്ത കളറാണ്. നമ്മളെന്താ പറയുക അപ്പോൾ ആ ദേവിയെ? സരസ്വതി എന്ന് പറയൂ അല്ലേ. വിദ്യാപ്രദാന സമയേ ശരദിന്ദു ശുഭ്രാം. ഇനി വിദ്വേഷി വർഗനിധനേബി തമാലനീലാം, വിദ്വേഷികളെ, ശത്രുക്കളെ നിധനം ചെയ്യുന്ന സമയത്ത് തമാലനീലമാണ്. തമാല വെച്ചാൽ പച്ചില മരം എന്നർത്ഥം. ഒരു മരത്തിൻ്റെ പേരാണ് പച്ചില മരം, തമാല എന്ന് പറയും. അതിൻ്റെ ഇലകളൊക്കെ നല്ല സാന്ദ്രമായ പച്ച കളറാണ്, ഇരുണ്ട കളറാണ്. അതേപോലെ നീലാന്ന് പറഞ്ഞാലും പച്ച എന്ന് പറഞ്ഞാലൊക്കെ അർത്ഥം ഇരുണ്ട കളറ് എന്ന. ദേഷ്യം വരുമ്പോഴേ ശത്രുക്കളെ നിധനം ചെയ്യുന്ന സമയത്ത് ഭയങ്കര കറുപ്പ് നിറത്തിലുള്ള രൂപമാണ് ദേവിക്ക്. ഇങ്ങനെയുള്ള ത്രിലോകജനനിയായ ദുർഗയെ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്നാണ് ഈ പ്രാർത്ഥനാ ശ്ലോകത്തിൻ്റെ അർത്ഥം. ലക്ഷ്മീ പ്രദാന സമയേ നവവിദ്രുമാഭാം വിദ്യാപ്രദാന സമയേ ശരദിന്ദു ശുഭ്രാം വിദ്വേഷി വർഗനിധനേപി തമാലനീലാം ദുർഗാം ത്രിലോകജനനീം ശരണം പ്രപദ്യേ. ശിവൻ്റെ പത്നിയായ ദുർഗ, പാർവതി ജനിച്ചത് ഈ കാർത്തിക ദിവസമാണത്രേ. പാർവതിയുടെ അച്ഛനമ്മമാരാരാന്നറിയാലോ. അച്ഛൻ പർവ്വതരാജാവായ ഹിമവാനും ഹിമവാൻ്റെ പത്നി മേന എന്ന് പറയുക, മേന. അപ്പം ഹിമവാനും മേനയ്ക്കും ഉണ്ടായ കുട്ടിയാണ് പാർവതി, ശിവൻ്റെ ധർമ്മപത്നിയായത്. ലക്ഷ്മി ദേവിയെ പറ്റി പറയുകയാണെങ്കിൽ ദുർവാസാവിൻ്റെ ശാപനിമിത്തം ഇന്ദ്രന് ജരാനരകളൊക്കെ ബാധിച്ചു. അത് മാറാനായിട്ട് പാൽക്കടൽ കടയാനുള്ള ഒരു ഉപാധിയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദേവന്മാരോ അസുരന്മാരൊക്കെ പാൽക്കടൽ കടഞ്ഞപ്പോൾ ഒരുപാട് നല്ല വിശിഷ്ടമായ വസ്തുക്കൾ കിട്ടി. ഉച്ചൈശ്രവസിനെ കിട്ടി, ഐരാവതത്തെ കിട്ടി, അങ്ങനെ കുറേ വസ്തുക്കൾ കിട്ടിയതിൽ മഹാലക്ഷ്മിയും കിട്ടി. മഹാലക്ഷ്മി വരണമാല്യവുമായി സുന്ദരിയായ മഹാലക്ഷ്മി വന്നപ്പോൾ മഹാവിഷ്ണുവിൻ്റെ അടുത്ത് പോയിട്ട് മഹാവിഷ്ണുവിൻ്റെ കഴുത്തിൽ അവളുടെ വരണമാല്യം അണിയിക്കുകയാണ് ചെയ്തത്. അങ്ങനെ മഹാവിഷ്ണുവിൻ്റെ വാമഭാഗമായി തീർന്നു. ആ ലക്ഷ്മി ദേവി ഉണ്ടായതും ഈ ദിവസമാണെന്നൊക്കെയാണ് പറയണത്. പിന്നെ പറയണത് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രങ്ങളിലും കാർത്തിക ആഘോഷം ഉണ്ട്. അത് പക്ഷേ ജന്മദിനമായിട്ടല്ല പറയണത്. സുബ്രഹ്മണ്യസ്വാമിയുടെ പോറ്റമ്മ, 6 മുഖം ഉണ്ടല്ലോ സുബ്രഹ്മണ്യസ്വാമിക്ക്. 6 മുഖങ്ങളാണ്. അങ്ങനെ 6ആയിട്ടാണ് ഉണ്ടാവണത് തന്നെ. അപ്പോൾ ഈ 6 കുട്ടികളെ നോക്കാനായിട്ട് 6 അമ്മമാരെ സൃഷ്ടിച്ചിരുന്നു. അവരെ പറയുക കൃതിക എന്നാണ്. ഈ അമ്മമാരെ പറയുക കൃതിക. അപ്പോൾ കൃതികമാരുടെ മകനായതുകൊണ്ടാണ് കാർത്തികേയൻ എന്ന് പേര് വന്നത് സുബ്രഹ്മണ്യന്. സുബ്രഹ്മണ്യന് 6 മുഖങ്ങൾ, 6 തലകളുണ്ടെന്നാണ് പറയണത്. അപ്പോൾ സുബ്രഹ്മണ്യന് അറുമുഖൻ, ഷൺമുഖൻ എന്നും പറഞ്ഞു. അപ്പോൾ ഈ സുബ്രഹ്മണ്യസ്വാമിയുടെ അമ്മമാരുണ്ടായത്, കൃതികമാരുണ്ടായത് 6 പേരാണ്. ഷാൺമാധുരൻ എന്നും പറയും സുബ്രഹ്മണ്യന്. 6 പേരാണ്. അവർ ജനിച്ചതും ഈ ദിവസമാണത്രേ. അതുകൊണ്ടാണ് സുബ്രഹ്മണ്യൻ്റെ അമ്മയുടെ പിറന്നാളായതുകൊണ്ടാണ് അവിടെയും ഇത്ര ഉത്സവമൊക്കെ നടക്കുന്നത്. സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രങ്ങളിൽ ഉത്സവമൊക്കെ ഉള്ളത്. സുബ്രഹ്മണ്യൻ്റെ പിറന്നാൾ പൂയമാണ്, തൈപ്പൂയം, തൈ മാസത്തിൽ പൂയം.
എന്തായാലും അപ്പോൾ സുബ്രഹ്മണ്യൻ്റെ അമ്മമാർ ജനിക്കുന്നതും മഹാലക്ഷ്മി ഉണ്ടായതും പാർവതി അതായത് കാർത്യായനി ദേവി ഉണ്ടായതും ഒക്കെ ഈ ദിവസമാണ്. അപ്പോൾ എല്ലാ കാർത്യായനി ക്ഷേത്രങ്ങളിലും ഇന്ന് പിറന്നാൾ ആഘോഷമാണ് ഭഗവതിക്ക്. കാർത്യായനി ക്ഷേത്രങ്ങളിലാണ് കാർത്തിക വിളക്ക് നടക്കുന്നത്. ഞങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള അമ്പലം എന്ന് വെച്ചാൽ തൊട്ടടുത്ത് ദേവീ ക്ഷേത്രങ്ങളുണ്ട്. അവിടെയൊക്കെ ചെറുതായിട്ട് ആഘോഷം ഉണ്ടെങ്കിലും കേമായിട്ട് നടക്കുന്നത് കൊടകരയിലെ പൂനിലാർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ്. ഇന്ന് കാർത്തിക ദിവസം പൂനിലാർക്കാവ് ക്ഷേത്രത്തിൽ നല്ല ശീവേലിയും ഉത്സവവും പ്രസാദൂട്ടും ഒക്കെ ഉണ്ട്. ഒരുപാട് കാലങ്ങളായിട്ട് ഞങ്ങൾ പോവാറുള്ളതാണ് ഇവിടുന്ന്. പിന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അമ്പലങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അയ്യന്തോൾ കാർത്യായനി ക്ഷേത്രമുണ്ട് അല്ലേ. പിന്നെ നമുക്കറിയാം കാടാമ്പുഴ കാർത്യായനി ക്ഷേത്രമുണ്ട്. പിന്നെ ഈ ചക്കുളത്തുകാവിലമ്മ, ഇന്ന് ചക്കുളത്തുകാവിൽ ഗംഭീര പൊങ്കാല നടക്കുന്നത്. ചക്കുളത്തുകാവിലെ കാർത്യായനി ക്ഷേത്രം അതിപ്രസിദ്ധമാണ്. അതുപോലെ തന്നെ ചേർത്തല കാർത്യായനി ക്ഷേത്രം, കുമാരനെല്ലൂർ കാർത്യായനി ക്ഷേത്രം വളരെ പ്രസിദ്ധമാണ്. അങ്ങനെ 108 ദുർഗാലയങ്ങളുണ്ട് കേരളത്തിൽ തന്നെ. 108 ദുർഗാലയങ്ങൾ. അവിടെയൊക്കെ കേമായിട്ടുള്ള ഉത്സവം ഇന്ന് നടക്കുന്നുണ്ട്. ഭഗവതിയുടെ പിറന്നാൾ എല്ലാ വിളക്കുകളും തെളിയിച്ച് തൃക്കാർത്തിക ദീപോത്സവം കൂടിയാണ്. ദീപാവലി പോലത്തെ ഒരു ഉത്സവം തന്നെയാണ് തൃക്കാർത്തികയും. എല്ലാവർക്കും തൃക്കാർത്തികയുടെ ആശംസകൾ നേരുകയാണ് ഞാൻ. എല്ലാവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദേവി പ്രപന്നാർത്തിഹരേ പ്രസീദ പ്രസീദ മാതർജഗതോഖിലസ്യ പ്രസീദ വിശ്വാരണി പാഹി വിശ്വം ത്വമീശ്വരീ ദേവി ചരാചരസ്യ.